ജെറമിയ 31:16 കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്ക് സമ്മാനം കിട്ടും. ആ ഒരു വചനമാണ് ഇന്ന് ഈ ശുശ്രൂഷയുടെ പിന്നിലെ ആദ്യത്തെ നാമ്പ്, നനവ്, തീ. ഒരൊറ്റ വചനം. കരഞ്ഞിരുന്ന, തകർന്നിരുന്ന, വിഷാദിച്ചിരുന്ന, മങ്ങിയിരുന്ന ഞാൻ പാട്ടെഴുതിയാൽ ആ പാട്ടിൽ മുഴുവൻ വിഷാദമായിരുന്നു. എൻ്റെ പാട്ടുകൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പണ്ടത്തെ പാട്ടുകൾ മുഴുവൻ സങ്കടമായിരുന്നു. ഞാൻ ആരോട് ഇതെല്ലാം പറയും. എല്ലാ പാട്ടുകളിലും ഈശോയ്ക്ക് വേണ്ടിയാണ് ഈശോ. ഒരുപാട് പാട്ടുകളിൽ സങ്കടമായിരുന്നു. അത് നിങ്ങളിലെ പഴമക്കാർക്കറിയാം. ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ദുഃഖമായിരുന്നു. എന്നാൽ ഇന്നെല്ലാ പാട്ടുകളിലും പ്രത്യാശ കയറിയത് എന്നിൽ ദൈവം വരുത്തിയ ഒരു വചനത്തിൻ്റെ എഫക്റ്റ്. ഒരൊറ്റ വചനം. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്കൊക്കെ സമ്മാനം കിട്ടും. ഒരൊറ്റ വചനം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രകൃതവും മാറ്റി. എൻ്റെ വാത്സല്യമുള്ളവരെ, വേറെ ഒന്നും ചിന്തിക്കരുത്. കേരള കത്തോലിക്ക സഭ എനിക്ക് വലിയ സന്തോഷത്തോടെ, അഭിമാനത്തോടെയും വിനയത്തോടും കൂടി ദൈവത്തിന് സ്തുതി പറയുന്നു. കേരള കത്തോലിക്ക സഭ KCBC എനിക്കൊരു ശുശ്രൂഷയുടെ അവാർഡ് നൽകി. എന്നോട് ക്ഷമിക്കണത് പറയുന്നതിൽ. ഒരൊറ്റ അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പാട്ടിനല്ല കിട്ടിയത്. അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയിരിക്കുന്ന പാട്ടുകൾ 1700 അല്ല, അതിനൊക്കെ അപ്പുറത്തുമാണ് ഒരുപാട്. ഈ ദിവസങ്ങളിലും 80ഓളം 100ഓളം പാട്ടുകളുണ്ടായി. കേരളത്തിലോ ഒരാളും ചെയ്തിട്ടില്ല, സിനിമാ ഫീൽഡിലും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അവാർഡ് പാട്ടിനൊന്നുമല്ല. എനിക്ക് കിട്ടിയ അവാർഡ് 1 മിനിറ്റുള്ള ഒരു ശുശ്രൂഷയെ പ്രതിയാണ്. അതിൻ്റെ പേര് ആമേൻ എന്നാണ്. നടുവിന് ഡിസ്ക് തന്നെ പോയിട്ട് എന്നെ സെമിനാരിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞ വിട്ടതല്ല. ബ്രദറെ, വീട്ടിൽ പോയിട്ട് വരുന്നതല്ലേ നല്ലത്, കുനിയാനും മേല, നിവരാനും മേല, നടക്കാനും മേല. അങ്ങനെ 1983 സെമിനാരിൽ നിന്ന് സെമിനാരിൽ നിന്ന് വിട്ടുപോയവനാണ് ഞാൻ. എൻ്റെ അമ്മ അന്നുണ്ട്. അമ്മ എന്നെ പരിചരിച്ചു. ഡോക്ടർ മോഡയിൽ, ചെത്തിപ്പുഴയിലെ ഡോക്ടർ മോഡയിൽ പറഞ്ഞു, വളരെ സൂക്ഷിക്കണം, ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. ഏതായാലും 1 വർഷത്തെ പരിശ്രമങ്ങൾക്ക്, പ്രാർത്ഥനയ്ക്കും ശേഷം ദൈവം എൻ്റെ നടുവിൻ്റെ ഭാരങ്ങളെ മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തിരിച്ചു വന്നു. എനിക്ക് വയസ്സ് 52, 6 മാസമായി കലശലായ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്നാ നടുവേദന, ഒരാളൊരു നടുവേദന പറയും, എന്നതാ ഇത്, എനിക്ക് വരാത്ത വല്ല കാര്യമാണോ, നിസാരമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും പഠിക്കുന്നില്ല. വചന പ്രഘോഷകരാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. കഴിഞ്ഞ 30ഓളം വർഷങ്ങളിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഒരാളുടെ നടുവേദന കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ. എനിക്കെന്നാ വരാത്ത വല്ല കാര്യമാണ്. പിന്നെ നടുവേദന, നമ്മളതെല്ലാം അറിഞ്ഞ് 2 ഡിസ്കും തെറ്റി വീട്ടിൽ കിടന്നതല്ലേ, 1 വർഷം കിടന്നതല്ലേ, ഡിസ്ക് വെയിറ്റ് തൂക്കിയിട്ട് കിടന്നതല്ലേ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ അത് വീണ്ടും റെക്കർ ചെയ്യുമ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ വളരെ സൂക്ഷിക്കണം. പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്കെന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ശരീരം ക്ഷീണിക്കുന്നു. സങ്കീർത്തനം 49:7. സങ്കീർത്തനം 49:7. തന്നെ രക്ഷിക്കുവാനോ ജീവൻ്റെ ബല ദൈവത്തിന് കൊടുക്കാനോ നമ്മിലാർക്കും സാധ്യമല്ല. തന്നെ വീണ്ടെടുക്കാനോ. നമ്മുടെ മകൻ 25 വയസ്സുള്ള അടിപൊളി ചെറുപ്പക്കാരനാകട്ടെ, നിങ്ങളുടെ മകൾ ഐശ്വര്യ റായിയെ പോലെ സുന്ദരിയാകട്ടെ, നമ്മൾ തന്നെയും ഈ കിഴക്കേ മെത്രക്കരിയിലെ ക്രീമിയായിട്ടുള്ള ഏറ്റവും വളരെ സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും സ്വാധീനം കൊണ്ടും നല്ല മേളിൽ നിൽക്കുന്നവരാകട്ടെ, നമ്മൾ ആരായിരുന്നാലും, ഞാനാകട്ടെ, നിങ്ങളോട് ഈ വചനം പറയുന്നത് ഞാനാകട്ടെ, നമ്മിലാർക്കും തന്നെ വീണ്ടെടുക്കുവാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ പ്രാപ്തിയുള്ള ഒരൊറ്റ മനുഷ്യനില്ല. അതുകൊണ്ടാണ് ഈ ഭാരങ്ങളുടെ എല്ലാം ഇടയിൽ നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം നാം ദൈവത്തിൽ ആശ്രയിക്കുക. പ്രഭാഷകൻ 18:7 മനുഷ്യൻ അന്വേഷണത്തിൻ്റെ അങ്ങ് കൊമ്പത്തെത്തിയാലും അവൻ ഹി സ്റ്റാൻഡ് സ്റ്റിൽ ഇൻ ദ ബിഗിനിങ്. നമുക്ക് എന്ത് കൊമ്പനായിരുന്നാലും, നാം എവിടൊക്കെ ചെന്ന് ചേർന്നെന്ന് കരുതിയാലും, നമ്മളൊക്കെ പണ്ട് അമ്പലപ്പുഴയിൽ വള്ളം കെട്ടിയിട്ട് എന്ന് നമ്മൾ കളിയാക്കി പറയുന്ന, പിന്നെയും നമ്മുടെ വഞ്ചി കടവത്ത് തന്നെയാണ്. പിന്നെയും നമ്മുടെയൊക്കെ ജീവിത വഞ്ചി കടവത്ത് തന്നെയാണ്. ഞാൻ ഗൾഫിലാണ്, സമ്പാദ്യമുണ്ട്, ജോലിയുണ്ട്, പക്ഷെ ചിന്തിച്ച് ചെല്ലുമ്പം ഞാൻ എങ്ങോട്ടും മാറിയിട്ടില്ല. ആ പഴയ ഞാൻ തന്നെയാണ്. എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ദൈവത്തിലാണ്. അമേരിക്കയിലെ ഇരട്ട കെട്ടിടങ്ങൾ തകർന്നു വീണുപോയ ദുരന്തങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ ആളുകൾ വിശ്വാസത്തിൽ വളർന്നത്.
നിങ്ങൾ വിശ്വസിക്കുമോ? അമേരിക്കയും കാനഡയും പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഇന്നും 4, 5, 6% ദേവാലയത്തിൽ വരുന്നുള്ളെങ്കിലും 5 മൈൽ ഇടപെട്ട്, ഇന്ത്യയേക്കാൾ 5 ഇരട്ടി വലിപ്പങ്ങളുള്ള ഈ രാജ്യങ്ങളിൽ 5 മൈൽ 6 മൈൽ ഇടപെട്ട് നിത്യാരാധന കപ്പേളകളുണ്ട് ഇന്നും. ഈ കാലഘട്ടത്തിലും അതിൽ പലതിലും പോയിരുന്ന് അല്പസമയം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഞെട്ടുകയാണ്. അഡ്വക്കേറ്റുകൾ, ഡോക്ടേഴ്സ്, ദൈവത്തെ അഭിമാനമായി തിരഞ്ഞെടുത്ത ചില മനുഷ്യരുണ്ട്. അവരുടെ ഉൾജ്ഞാനത്തിൻ്റെ രഹസ്യം എന്താ? അഡ്വക്കേറ്റാണ്, 7 ഡിഗ്രി ഉണ്ട്, നല്ലം കഴിഞ്ഞ ഡോക്ടറേറ്റ് ഉണ്ട്. പക്ഷേ പ്രഭാഷകൻ 18:7 മനുഷ്യൻ അന്വേഷണത്തിൻ്റെ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ അറിവ് വരുമ്പോൾ ഒരുവൻ്റെ ശിരസ് കുനിയും. ഞാൻ ഒരു സ്ഥലത്തൊരു ഏകാന്ത സ്ഥലത്തൊരു മഞ്ഞിൻ്റെ സമയത്ത് ഓടിക്കേറി ചാപ്പലൊന്ന് കാണാൻ, പ്രാർത്ഥിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കാണാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊരു ഡോക്ടർ വന്ന് ആരാധിക്കുകയാണ്. 1 മണിക്കൂറേ ഉള്ളൂ. നോക്കണം, രാവും പകലും അവിടെ ആരാധന നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ പ്രിയപ്പെട്ട രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയുള്ള ആരാധനയല്ല. നിത്യാരാധന എന്ന് വെച്ചാൽ നിത്യാരാധന. എന്നിട്ട് ആ ഡോക്ടർ പറയുക, കഴിഞ്ഞ 9 വർഷമായി 1 മണിക്കൂർ പോലും ഇവിടെ ആളൊഴിഞ്ഞിട്ടില്ല. ചില സമയത്ത് ചിലർ വരാതിരുന്നിട്ടുണ്ട്. അതിന് പകരം ഇവിടെ ഇരിക്കുന്നവർക്ക് ഇരിക്കാൻ ദൈവം സമയം കൊടുക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കൃത്യം 1 മണിക്കൂർ അവർ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അവർ വരുന്ന യൂറോപ്പ്, അമേരിക്കയാ. പക്ഷേ ഒരാൾ വരുന്നില്ലെന്ന് കേൾക്കുമ്പം എങ്ങനെങ്കിലും ഇരിക്കുന്ന ഒരാൾക്ക് അടുത്ത 1 മണിക്കൂർ ഇരിക്കാനുള്ളൊരു ഒരു സാഹചര്യം ഒരുങ്ങി വരും. കഴിഞ്ഞ 9 വർഷമായി ഇത് മുടങ്ങിയിട്ടില്ല. കാരണം അവൻ്റെ തിരിച്ചറിവ് ഇതാണ്: തന്നെ വീണ്ടെടുക്കാനോ തൻ്റെ ആത്മാവിൻ്റെ രക്ഷ ദൈവത്തിന് കൊടുക്കാനോ എനിക്ക് സാധ്യമല്ലെന്ന തിരിച്ചറിവ് ഈ മഹാരാജ്യങ്ങളിലെ 1%, 2%, 3%. ദൈവത്തിൻ്റെ കരുണയിലേക്കുള്ള അവരുടെ കൈനീട്ടവും കരച്ചിലും കൊണ്ടാണ് ലോകത്തിൻ്റെ തന്നെ സമാധാനം നിലനിൽക്കുന്നെന്ന് ഭക്തരായ നാം വിശ്വസിക്കുന്നു. അതങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങളും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. സങ്കീർത്തനം 55:4 പറയുന്ന ഒരു വാക്യമുണ്ട്. നമ്മളെ അനേകരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കും. എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയ്ക്കുന്നു, മരണഭീതി എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയ്ക്കുന്നു, എനിക്ക് പറയാൻ വാക്കുകളില്ല, എൻ്റെ ചങ്കിനകത്തൊരു തീരിക്കച്ചോ. ശരിയാ, ഈ കോവിഡിന് ശേഷം എപ്പോഴും ഒരു നീറ്റലുണ്ട്, ഒരു ഭാരമുണ്ട്. ഇനിയും ഇതിലും വലുതെന്തായാലും വരാനുണ്ടോ? ഈ ആധികളുടെ നടുവിൽ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഈ ശുശ്രൂഷ. അത് ഞാനും ചിന്തിക്കണം, നിങ്ങളും ചിന്തിക്കണം. സങ്കീർത്തനം 55:4 എൻ്റെ ഹൃദയം വേദന കൊണ്ട് വല്ലാതെ പിടയുന്നു, മരണഭീതി എൻ്റെ മേലെ നിബന്ധിച്ചിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു, പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. വാത്സല്യമുള്ളവരെ, എൻ്റെ കുടുംബത്തിലൊരു സഹോദരനെ ഞാൻ കണ്ടു. എൻ്റെ കുടുംബത്തിലൊരു സഹോദരനെ ഈ 1.5 വർഷമായിട്ട് ഈ സഹോദരൻ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താനില്ല. വല്ലാത്തൊരു ഭയം, മുഖത്ത് ചുണ്ടിൽ ഇടപെടലിൽ വല്ലാത്തൊരു ഭയം. വളരെ ചെറുപ്പക്കാരനായ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടു. 3 മാസ്ക് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഭയം വന്നിട്ട് പിടയ്ക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനൊരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടു. വല്ലാത്ത പരിഭ്രാന്തി. ഇവിടെയെല്ലാം നാം ഒരു കാര്യം ഓർക്കണം: നാം നിസ്സാരപ്പെട്ടവരാണ്. വളരെ നിസ്സാരപ്പെട്ടവരാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാമതൊരു വാക്യമുണ്ട്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ സമാധാനിപ്പിച്ച, ചിന്തിപ്പിച്ച ഒരു വാക്യമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 10:9. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. ഈ വചനം നമുക്കൊന്ന് ആവർത്തിക്കാം. പൊടിയും ചാരവുമായ മനുഷ്യൻ. പറയാവോ? പൊടിയും ചാരവുമായ മനുഷ്യൻ. പറഞ്ഞേ, പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തിരിക്കുന്നു? അഹങ്കരിക്കാൻ അവൻ. പറഞ്ഞ് എല്ലാവരും പറഞ്ഞ്, പൊടിയും ചാരവുമായ. ഞാൻ അങ്ങനെ പറയുന്നത് ഈ ഒരു വചനത്തിനകത്ത് വല്ലാത്തൊരു രഹസ്യമുള്ളത് കൊണ്ടാണ്. പ്രഭാഷകൻ 10-ാം അധ്യായം 9-ാം വാക്യം എല്ലാവരും പറയാം. അകത്തും നമ്മുടെ ഹാളിലും പുറത്തുമൊക്കെ ഇരിക്കുന്നവർ ഒരുമിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു തരാം. പൊടിയും ചാരവുമായ മനുഷ്യൻ. പറഞ്ഞാട്ടെ, പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തിരിക്കുന്നു? അഹങ്കരിക്കാൻ അവൻ പറഞ്ഞ്, പൊടിയും ചാരവുമായ മനുഷ്യൻ, പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ അവൻ എന്തിരിക്കുന്നു? എല്ലാവരും അഹങ്കരിക്കാൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു, അവന്റെ ശരീരം ജീർണിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ സഹോദരങ്ങളെ, നമ്മൾ ചില തെരുവ് നായ്ക്കളെ കണ്ടിട്ടുണ്ട്. അവരുടെ ദേഹത്ത് വ്രണങ്ങളും പാടുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ പ്രപഞ്ചമെടുത്താൽ അത് കോടാനുകോടി പശുക്കളും നായ്ക്കളും മൃഗങ്ങളും എല്ലാം ഉള്ള നമ്മുടെ പ്രപഞ്ചം എടുത്തിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര കാക്കകളെ എത്ര കോഴികളെ പൊള്ളും വ്രണങ്ങളും ഒക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്? എത്ര പശുക്കൾ, എത്ര നമ്മുടെ പൈക്കിടാങ്ങൾ, എത്ര കോഴിക്കുഞ്ഞുങ്ങൾ, നമ്മുടെ ആടുകൾ, നമ്മൾ വളർത്തുന്ന കുഞ്ഞാടുകൾ, നമ്മുടെ വീടുകളിൽ എത്ര ആട് നമ്മൾ വളർത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുട്ടനാടൽ, നമ്മുടെ ഒരു കുഞ്ഞ് ചെമ്മരി ആടിനെ വളർത്തിയതുകൊണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു ആടോ ഒരു വളർത്തുനായോ ഒരു പശുവോ വ്രണം ബാധിച്ച് ചൊറിയും ചരങ്ങുമായിട്ട് ഒരു 1.5 വർഷം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പശുവിനെയും കൊണ്ടുപോയി ഐസിയുവിൽ കിടന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഒരു തെരുവ് നായയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ട്, ഐസിയുവിൽ കിടന്നിട്ടുണ്ടോ? അവിടെ വെന്റിലേറ്ററിൽ കിടന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വേറൊരിടത്ത് തമാശന് വേണ്ടി പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞ, വളരെയധികം സാമാന്യഗതിയിൽ നല്ല ആരോഗ്യമുള്ളവരെ പള്ളി വന്നിരിക്കുന്നത് അല്ലേ? കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം, നടന്നാൽ പുലരി മഴ, നല്ല നമ്മുടെയൊക്കെ വരവും പോക്കും ഒക്കെ കണ്ടാൽ നല്ല ശരിക്കും ഈ നാട്ടിലെ മമ്മൂട്ടിയും ഈ നാട്ടിലെ ഐശ്വര്യ റായും ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ വരുന്നോ പോകുന്നതൊക്കെ. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, ഒരു ചൊറിയോ, വാക്കുപിക്ക് ക്ഷമിക്കണേ, ചെറിയൊരു ചരങ്ങോ, ഒരു താരനോ, ഒരു സ്കിൻ ഡിസീസിൻ്റെ അറ്റമോ, ശരീരത്തിൻ്റെ രഹസ്യ പ്രൈവറ്റ് ഭാഗങ്ങളിൽ ഒരു ഞൊണലോ, ഒരു ദുർഗന്ധമോ, വായ്ക്കൊരു നാറ്റമോ, ഒരു കുഴിനഖമോ ഇല്ലാത്തവരായി ഈ പള്ളിക്കകത്തിരിക്കുന്ന എത്ര പേരുണ്ട് നമ്മളിൽ? ചെറിയൊരു താരൻ എന്ന് പറയാൻ തുടങ്ങി ചീപ്പ് കൊണ്ട്, എൻ്റെ തമ്പുരാനെ, ചീപ്പ് കൊണ്ട് ചീകി ഇപ്പം ഒരുമാതിരി ഈ മഞ്ഞ് പെയ്യുന്നത് പോലെ. എൻ്റെ തമ്പുരാൻ, ഇത് എൻ്റെ തല തന്നെയാണോ അതോ ആൽപ്സ് പർവ്വതനിരയാണോ സംശയം തോന്നിയിട്ടുണ്ട്. മഞ്ഞ് പെയ്യുന്നത് പോലെ താരൻ, എന്തുമാത്രം താരനാ! അത് പീലിയെ കയറിപ്പിടിച്ചു, പുരികത്തെ കയറിപ്പിടിച്ചു. അതില്ലെങ്കിൽ വായിക്കൊരു ദുർഗന്ധം, ഇല്ലെങ്കിൽ ഒരു കുഴിനകം, ഇല്ലെങ്കിൽ ഒരു ത്വക്ക് രോഗം, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഭാഗങ്ങളിൽ ഒരു ഞൊണല്, ഒരു ചെറിയ മുറിവ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ശരീരം ജീർണിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രത്യേകതയാണിത്. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രത്യേകത. അനേകം കാക്കകൾ, എന്തിനേറെ പറയുന്നു, ശവം കുത്തിപ്പറിക്കുന്ന കഴുകൻ, അഴുക്കിൽ കിടന്ന് പരളുന്ന തിമിർക്കുന്ന പന്നിക്കുട്ടി, ചൊറിയും ചണങ്ങും വന്നിട്ട് വ്രണങ്ങൾ വന്നിട്ട് ചാകുന്നില്ല. വെൽഫിറ്റ് എന്ന് അഭിമാനിക്കുന്ന ഞാൻ, ഒന്നിനും കുറവില്ലെന്ന് പറയുന്ന എൻ്റെ സ്ഥിതി, ആരോഗ്യം ഇപ്പോൾ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്ക് എന്തിരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പെർഫ്യൂമിൻ്റെ മണം എത്ര 4-5 മണിക്കൂർ നിൽക്കുന്ന അത്ര നമുക്കുണ്ട്. നമ്മൾ വിവാഹത്തിന് പോകുമ്പോഴൊക്കെ വളരെ പ്ലാൻ ചെയ്ത് വസ്ത്രമണിയുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട്, ഈ വോളിയം കൂടുതലാണ്, ഹോൾ ചെയ്യുന്നുണ്ട്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ചിലപ്പോൾ ബഹുമാനപ്പെട്ട ചില സഹോദരിമാരുടെ ആ വസ്ത്രത്തിൻ്റെ കൺസെപ്റ്റൊക്കെ ഭയങ്കര രസകരമാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്, സന്തോഷമാണ് കാണുന്നത് തന്നെ. മെറൂണുമല്ല ചെമ്പുമല്ലാത്തൊരു സാരി, അതിന് പറ്റിയൊരു ബ്ലൗസ് എവിടെ നിന്ന് കണ്ടുപിടിച്ചാവോ, അതെന്ന് സമാധാനമുണ്ട്. അയ്യോ, അതേ കളറിലൊരു പൊട്ട്, അതുവരെ നമുക്ക് സമാധാനമുണ്ട്. അടുത്തതാ, ദൈവമേ, കാതിൽ കിടക്കുന്ന ആ കമ്മലിൻ്റെ അറ്റത്തെ കല്ല് അതേ കളർ. എൻ്റെ ഒടയ തമ്പുരാൻ എവിടുന്ന് പോയി ഇത് കുഴിച്ചെടുത്തുകൊണ്ട് വന്നു? എന്തൊരു കടന്നു പോകുമ്പോഴുള്ള പെർഫ്യൂമൊക്കെ ഒരു വിവാഹത്തൊരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് മുതിർന്നവരോ ആരെങ്കിലും ആകട്ടെ, എന്തൊരു പുതിയ സുഗന്ധങ്ങളാണ്, എന്തൊരു ഒരു വിവാഹ കർമ്മത്തിനൊക്കെ ചെന്നാൽ ഓരോ മനുഷ്യൻ്റെ അടുത്ത് നമ്മളിങ്ങനെ അറിയാതെ നിന്ന് പോയി, എന്തൊരു സുഗന്ധമാണ്. പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ ഇതിൻ്റെ എല്ലാം ഇടയിൽ നിനക്കെന്തിരിക്കുന്നു?
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ജീർണിക്കുന്നു. കഴിഞ്ഞ കോവിഡ് നമ്മളെ കൊണ്ടുപോകാതിരുന്നത് നാം എടുത്ത പരീക്ഷണമാണെന്ന് കരുതരുത്. കൊണ്ടുപോയവരെ ദൈവം ശിക്ഷിച്ചുവെന്നും കരുതരുത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാം കണ്ണ് പ്രവർത്തിക്കണം. കടന്നുപോയവരെ ദൈവം ശിക്ഷിച്ചുവെന്ന് കരുതുന്നതും നാം ജീവിച്ചിരിക്കുന്നത് നമ്മുടെ പ്രാപ്തിയാണെന്ന് കരുതുന്നതും രണ്ടും തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയുടെ ഒരു കരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നൈജു ഞാനും കൂടി തൃശ്ശൂർ വരെ പോയി. തലേന്ന് ഒറ്റയടിക്ക് എത്തിച്ചേരാത്തതുകൊണ്ട് ചാലക്കുടിയിലെത്തി. ഏതാണ്ട് രാത്രി 7 മണിക്ക്. അപ്പോൾ 2:30 മണിയോടുകൂടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിട്ടതാണ്. 7 മണി വരെ എത്തി. അപ്പോൾ മറ്റാരെയും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട്, മറ്റാരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എൻ്റെ കൂടെ എപ്പോഴുമുള്ള സഹോദരനായതുകൊണ്ട് നൈജുവാണ് എനിക്ക് ചായ വാങ്ങിത്തരുന്നത്, ഒരു ബോണ്ട വാങ്ങിത്തന്നത്. മറ്റൊരാടെയും കൈ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴും കൂടെയുള്ളത് നൈജുവാണ്. അവനെപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ട് സമാധാനത്തോട് കഴിച്ചു. അവിടെ ചെന്നു. ഞങ്ങളവിടെ ഒരു പള്ളിയിൽ കിടന്നു. അവിടുത്തെ കുർബാന അർപ്പിച്ചിട്ട് വെളുപ്പിനെ അർപ്പിച്ചിട്ട് 7 മണിക്ക് അവിടുന്ന് 1.25 മണിക്കൂർ യാത്ര ചെയ്ത് പെരുന്നാൾ നടക്കുന്ന പള്ളിയിൽ ചെന്നു. അവിടെ കുർബാന അർപ്പിച്ചു. അന്ന് ഭാഗ്യം തരണ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവിടുന്ന് ചോറ് ഉണ്ടില്ല എന്ന് വരുത്തിയിട്ട് നേരെ വന്ന് പാലാ പ്രദേശത്തു നിന്ന് ഒരു ചായ. മറ്റാരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. നൈജു ആകുമ്പം എപ്പോഴും കൂടെയുള്ള ആളാണ്, വളരെ സൂക്ഷിക്കുന്നു. നൈജു തന്നെ ഒരു ചായയും ഒരു കടിയും വാങ്ങി തന്നു. വേറൊരാളുടെയും വളരെ സൂക്ഷിച്ച് വേറൊരാളുടെയും കരം തൊടാതെ അത് വാങ്ങിക്കഴിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാഞ്ഞിരപ്പള്ളിയിലെ കുർബാന രാത്രി 5:30 അത് അർപ്പിച്ചിട്ട് ആഘോഷമായിട്ട് അർപ്പിച്ച് അവിടെ ഇരുന്ന് ആഹാരവും കഴിച്ചിട്ട് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ വന്ന് കുന്നന്താനത്ത് ധ്യാന കേന്ദ്രത്തിൽ കയറി. ഞായറാഴ്ചയാണത്. തിങ്കളാഴ്ച ഒരു പ്രത്യേക ശുശ്രൂഷ എൻ്റെ സഹോദരനുണ്ടെന്ന് പറഞ്ഞു. നീ പോകാൻ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ എൻ്റെ സഹോദരൻ വിളിച്ചിട്ട് പറയുന്നു, അച്ഛാ തൊണ്ടയ്ക്കൊരു കിരികിരിപ്പ് വേദന ഭാരം. നിനക്കെന്നാ പേടിയുണ്ടോ? അല്ലച്ചാ, നീ ഒന്ന് ചെക്ക് ചെയ്ത് തരും, നിൻ്റെ പേടി മാറട്ടെ. പോയി ചെക്ക് ചെയ്തു, പോസിറ്റീവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ കരുണയെ കാണാൻ അവിടെ ഞാൻ പഠിക്കണം. എൻ്റെ സഹോദരനെ ദൈവം അത്ഭുതകരമായി സംരക്ഷിച്ചു. ഇന്ന് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് കോവിഡ് വന്നിരുന്നെങ്കിൽ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷകളെ ഇത് ബാധിച്ച് എന്നിലൂടെയുള്ള എൻ്റെ ശുശ്രൂഷയല്ല, എന്നിലൂടെയുള്ള ശുശ്രൂഷകളെ ബാധിച്ചേനെ. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 14-15 മണിക്കൂറുകൾ ഒരുമിച്ച് വണ്ടിയിൽ അടച്ചിരുന്നു. ഈ സഹോദരൻ്റെ കരം കൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ആ കൈയാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ അവന് കോവിഡായി. വത്സലമുള്ളവരെ, കോവിഡിൻ്റെ ഇടയ്ക്കൂടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പള്ളിയിൽ പോയി, വെരൂർ പള്ളിയിൽ. അവിടെ കോവിഡിൽ ആയിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്ത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണ് അതെല്ലാം ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും മടുക്കാതെ കർത്താവിനെ പ്രതി ഓടി, കർത്താവിൻ്റെ കാര്യത്തിൽ ഓടി, ബാക്കി കർത്താവിന് വിട്ടുകൊടുത്തു. അവിടെ അച്ഛനെ ഞാനിവിടെ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അച്ഛന് ഭയങ്കര നിർബന്ധം, ഷാജിയച്ചാ ചായ കുടിക്കാതെ പോകരുത്. അപ്പോൾ എനിക്ക് ചങ്ങനാശ്ശേരിയിൽ വന്നിട്ട് ഒരു പാട്ട് പുറത്തേക്ക് വിടേണ്ട ജോലിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പാട്ടാണ്, ഞാനവിടെ ചെല്ലേണ്ടതാണ്. പക്ഷേ ഈ അച്ഛൻ്റെ സ്നേഹം കൊണ്ട്, ഷാജിയച്ച പ്ലീസ്, അവിടെ ഇരുന്ന് അവല് കഴിക്കുന്നു, ചായ കുടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേന്ന് എൻ്റെ മറ്റൊരു സഹോദരൻ വിളിച്ചിട്ട്, ഒരു സന്തോഷം വിളിച്ചിട്ട് പറഞ്ഞു, ഷാജിയച്ച അറിഞ്ഞോ, ഒരു പള്ളിയിലെ അച്ഛനെ കോവിഡാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-5 പേര് ഇവിടെ. ഞാനറിയണം, ഞാനെടുത്ത ഹോമിയോ മരുന്ന് വ്യക്തമായി കഴിക്കുന്നുണ്ട്. ആ ഒരു മരുന്നിനപ്പുറം ദൈവത്തിൻ്റെ കരങ്ങളെ ഞാൻ കാണണം. പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്കെന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരം ജീർണിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ദൈവവചനം കേൾക്കുന്നത്. നാം പിടിക്കുന്നിടത്തൊന്നുമല്ല പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ നടക്കുന്നത്. നാം പിടിക്കുന്നിടത്തൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. 1983 ഡിസ്ക് തെന്നിപ്പോയിട്ട്, നടുവിന് ഡിസ്ക് തെന്നിപ്പോയിട്ട് എന്നെ സെമിനാരിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞ വിട്ടതല്ല. ബ്രദറെ, വീട്ടിൽ പോയിട്ട് വരുന്നതല്ലേ നല്ലത്, കുനിയാനും മേല, നിവരാനും മേല, നടക്കാനും മേല. അങ്ങനെ 1983 സെമിനാരിൽ നിന്ന് സെമിനാരിൽ നിന്ന് വിട്ടുപോയവനാണ് ഞാൻ. എൻ്റെ അമ്മ അന്നുണ്ട്. അമ്മ എന്നെ പരിചരിച്ചു. ഡോക്ടർ മോഡയിൽ, ചെത്തിപ്പുഴയിലെ ഡോക്ടർ മോഡയിൽ പറഞ്ഞു, വളരെ സൂക്ഷിക്കണം, ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. ഏതായാലും 1 വർഷത്തെ പരിശ്രമങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും ശേഷം ദൈവം എൻ്റെ നടുവിൻ്റെ ഭാരങ്ങളെ മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തിരിച്ചു വന്നു. എനിക്ക് വയസ്സ് 52, 6 മാസമായി കലശലായ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്നാ നടുവേദന, ഒരാളൊരു നടുവേദന പറയും, എന്നതാ ഇത്, എനിക്ക് വരാത്ത വല്ല കാര്യമാണോ? നിസാരമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും പഠിക്കുന്നില്ല. വചനപ്രഘോഷകരാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. കഴിഞ്ഞ 30ഓളം വർഷങ്ങളിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഒരാളുടെ നടുവേദന കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ.
എനിക്ക് എന്നാ വരാത്ത വല്ല കാര്യമാണ്. പിന്നെ നടുവേദന, നമ്മളതെല്ലാം അറിഞ്ഞ് 2 ഡിസ്കും തെറ്റി വീട്ടിൽ കിടന്നതല്ലേ, 1 വർഷം കിടന്നതല്ലേ, ഡിസ്ക് വെയിറ്റ് തൂക്കിയിട്ട് കിടന്നതല്ലേ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ അത് വീണ്ടും റിക്കവർ ചെയ്യുമ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ വളരെ സൂക്ഷിക്കണം. പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്കെന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ശരീരം ക്ഷീണിക്കുന്നു, ജീർണിക്കുന്നു, ചീഞ്ഞളിയുന്നു. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയിൽ ആര്യാടി ശുശ്രൂഷ ചെയ്യുമ്പം അവിടുത്തെ കാറ്റിൻ്റെ ആണോ ഉപ്പിൻ്റെ ആണോ എൻ്റെ ശബ്ദം ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഇതിലുമൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ഒന്നും പറ്റാഞ്ഞ കുറേ നാളുകൾ ദൈവം എനിക്ക് സമ്മാനിച്ചു. പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്കെന്തിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരം ജീർണിക്കുന്നു. ഈ ഡിസംബറിൽ ഈ നാട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കള്ളത്തരമായിട്ട് തോന്നും. കാരണം ഇപ്പോൾ എൻ്റെ ശബ്ദത്തിന് വലിയ കുഴപ്പമില്ല. ഈ നാളുകൾ മുഴുവനും മരുന്നുകളുടെ സഹായത്തോടു കൂടി മാത്രമാണ്. ഇപ്പോൾ ഈ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഞാൻ ദൈവത്തിന് മുമ്പിൽ കണ്ണീരോടെ നന്ദി പറയുക. എൻ്റെ ശബ്ദം പാടെ നഷ്ടപ്പെട്ടിരിക്കുക ഈ നാളുകളിൽ. എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കുമ്പോൾ അടഞ്ഞു പോകും ശബ്ദം, വളരെ പെട്ടെന്ന് അക്ഷരങ്ങൾ ഇല്ലാണ്ടായിപ്പോവും. പൊടിയും ചാരവുമായ മനുഷ്യ, എന്നെ കർത്താവ് പഠിപ്പിക്കുക, അഹങ്കരിക്കാൻ നിനക്കെന്തിരിക്കുന്നു? ജീവിച്ചിരിക്കെ തന്നെ നിന്റെ ശരീരം ജീർണിക്കുന്നു. ജീവിച്ചിരിക്കെ തന്നെ പ്രഭാഷകൻ 10:10 നിസാര രോഗമെന്ന് വിശ്വഗ്രൻ പറയുന്നു. മറിയാമ്മച്ചി എടുത്തി ഡോക്ടർ ജോണിയുടെ അടുത്ത് ചെന്നു. ജോണി ഡോക്ടർ മറിയാമ്മച്ചി എടുത്തിയെ പരിശോധിച്ചു, തലങ്കം വിലങ്കം പരിശോധിച്ചു. അമ്മച്ചി കഴിക്കുന്ന ഗുളികയൊക്കെ ഒന്ന് കാണിച്ചേ. പ്രഷറിൻ്റെ 2 ഗുളിക, ഷുഗറിൻ്റെ 2.5 ഗുളിക, പിന്നെ വേറൊരു ഗുളിക, ചെവി ബാലൻസിങ്ങിൻ്റെ മറ്റൊരു ഗുളിക, എല്ലാം കൂടി ഒരു 5-8 കൂട്ടം ഗുളികകൾ. ഡോക്ടർ ജോണി പറഞ്ഞു, എൻ്റെ അമ്മച്ചിക്ക് ഇതിന് മാത്രം പ്രഷറൊന്നുമില്ല, അമ്മച്ചി ധൈര്യമായിട്ടിരിക്കെ, പ്രഷറിൻ്റെ ഗുളിക 2 എണ്ണം വേണ്ട, അതൊക്കെ പ്രഷർ അത്ര മാത്രമൊന്നുമില്ല. ഷുഗറിൻ്റെ ഗുളിക അമ്മച്ചിയുടെ ഷുഗർ വളരെ നോർമലാണ്. 2 ദിവസം ഞാൻ നോക്കി, ഇപ്പം അമ്മച്ചിക്ക് ഷുഗറിൻ്റെ ഗുളിക കഴിക്കണ്ട. എൻ്റെ പൊന്നമ്മച്ചി ഇതെല്ലാം അവിടെ വലിച്ചു കയറ്റി വല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മച്ചിക്ക് സന്തോഷമായത്. എത്ര 5-8 വർഷമായി ഈ ഗുളികയെല്ലാം തിന്നുന്ന. അങ്ങനെ ഡോക്ടർ ശരിക്കും ഒരു 3-4 ദിവസം കിടത്തി പരിശോധിച്ച് ഗുളിക മാറ്റി എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഷുഗർ ഏറെക്കുറെ നോർമൽ, പ്രഷർ വലിയ പ്രശ്നമില്ല. അമ്മച്ചിയോട് പറഞ്ഞാൽ ചെവിയുടെ ബാലൻസിങ്ങിൻ്റെ ചെറിയ ഗുളിക. അമ്മച്ചി ഈ ഇറച്ചിയൊക്കെ കൂട്ടാറുണ്ടോ? എൻ്റെ പൊന്നു മോനെ, ഞാൻ എങ്ങനെ സമാധാനത്തോടെ കൂട്ടും? അത് കൊളസ്ട്രോള്, മനസ്സ് വായിക്ക് രുചിയുള്ളതൊക്കെ കഴിച്ചിട്ട് കാലങ്ങളായി. ജോണി ഡോക്ടർ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി ധൈര്യമായിട്ട് കഴിക്കുക, ഉള്ള ജീവിത സന്തോഷം. അമ്മച്ചിക്ക് ഈ ചെറിയ ചെവി ബാലൻസിങ്ങിന് ചെറിയൊരു ഗുളിക കഴിച്ചാൽ മതി. അമ്മച്ചി തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഡേശി, എത്ര നാളായിടി വായിക്ക് രുചിയുള്ളതൊക്കെ ഞാൻ കഴിച്ചിട്ട്. എന്നാ അമ്മച്ചി, എനിക്ക് ഈ പറയുന്ന ഷുഗറൊന്നും ഇല്ലടി, എനിക്ക് ഈ പറയുന്ന പ്രഷറും ഒന്നും ഇല്ലടി. ഡോക്ടർ, തങ്കപ്പെട്ട ഡോക്ടർ, ആ മനുഷ്യനൊക്കെ ആടി ഡോക്ടർ. അമ്മച്ചി നേരാമാണോ എന്തെങ്കിലും കഴിക്കട്ടെടി. അമ്മച്ചി ഡേശി പോൾ പറഞ്ഞു, അമ്മച്ചി നല്ല വേവിച്ച കപ്പയും നല്ല ബീഫ് ഇരിപ്പുണ്ട്, എടുക്കട്ടെ. അമ്മച്ചി പറഞ്ഞു, എടുക്കടി. എത്ര നാൾ എന്നും പേടിച്ചും കഷ്ടപ്പെട്ടു കഴിച്ചുകൊണ്ടിരുന്നു, നീ എടുക്കടി. കപ്പ നന്നായിട്ട് കഴിച്ച അമ്മച്ചി, ബീഫ് ഇനിയിടട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഡേസി ഇട്ടപ്പോൾ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടി വേണ്ടടി, കുറച്ച് നീ ഉണ്ടെങ്കിൽ നാളത്തേക്ക് വെച്ചേര്. ഇത് എത്ര നാളെ ഈ വയറ് നിറച്ചൊന്ന് കഴിച്ചിട്ട്. അമ്മച്ചി കഴിച്ചു സന്തോഷത്തോടെ. എൻ്റെ പൊന്നു മോളെ, ഇന്നൊക്കെയാണ് ഞാൻ നന്നായിട്ടൊന്ന് കഴിച്ച്. ആ ഡോക്ടറിനെ പണ്ടേ കാണാൻ എനിക്ക് തോന്നിയില്ലല്ലോ. അമ്മച്ചി കിടന്നു. രാവിലെ കാപ്പിയും കൊണ്ട് വന്ന് ഡേസി നോക്കുമ്പം അമ്മച്ചി ഡിം. നിസാര രോഗമെന്ന് വിശ്വഗ്രൻ പുച്ഛിച്ചു തള്ളുന്നു. നിസാര രോഗമെന്ന് വിശ്വഗ്രൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം. ജഡമാണ്. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ കയ്യിലല്ല നമ്മുടെ ജീവിതം. ചങ്ങനാശ്ശേരിയിൽ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ, വിത്ത് ഓൾ മൈ റെസ്പെക്ട്, വളരെ ആദരവോടെ പറയുക, 2 ഇഡലിക്ക് പകരം 2.25 ഇഡലി കഴിക്കില്ല. 2 ഇഡലിക്ക് പകരം 2.25 ഇഡലി കഴിക്കില്ല. കൊളസ്ട്രോൾ ആറ്റ് നോക്കി പാർത്തിയിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അറ്റം, ഷുഗറിൻ്റെ പൊക്കം എല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ഹൃദയത്തിൻ്റെ അറ്റാക്ക് വന്ന് കർത്താവ് കൊണ്ടുപോയി. നമ്മുടെ ആഗ്രഹമല്ല, നമ്മുടെ പ്രയത്നമല്ല, കർത്താവിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. റോമ 9:16. നിസാര രോഗമെന്ന് വിശ്വഗ്രൻ പറയുന്നു. ഇന്ന് രാജാവ് നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ
പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും സ്വന്തം. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ഇതിൽ മരണത്തെ ഒന്നും നിസാരവൽക്കരിക്കുകയോ തമാശയാക്കുകയോ അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അസ്തിത്വങ്ങളിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങളെ ഞാൻ എടുത്തു പറയുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പം വളരെ പെട്ടെന്ന് എല്ലാവരും അലമറയിടുന്നു, കരയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ആരെങ്കിലും മരിച്ചൊരു 15 മിനിറ്റ് ആകുന്നതിന് മുമ്പ്, അതാരുമാകട്ടെ, നമ്മൾ തന്നെ ആകട്ടെ, പള്ളിയിൽ മണിയടിക്കും മുമ്പ് പള്ളിയിൽ നിന്ന് അച്ഛനെയോ ബഹുമാനപ്പെട്ട കപ്പ്യാരിച്ചനെ അറിയിച്ച് പള്ളിമണി മുഴങ്ങുന്നതിന് മുമ്പ് എവിടുന്ന് ആര് പറഞ്ഞിട്ടെന്നാണ് എനിക്കറിയത്തില്ല. എന്നോട് തമ്പുരാനെ എവിടുന്നാന്ന് അറിയത്തില്ല, ഒരു മണിയനീച്ച ഓടി വരും. പിന്നെ അതിൻ്റെ പ്രകടനമാണ് നമ്മുടെ മൂക്കിൻ്റെ ക്ലോ 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 എന്ന് പറഞ്ഞുകൊണ്ട് മോന്തക്കെട്ട് കറങ്ങുക. അടിക്കാൻ പറ്റുമോ? അടിച്ച അപ്പൻ്റെ മോന്തക്കെട്ടല്ലേ അടിക്കുന്നത്. ഇങ്ങനെ പറ്റിക്കുന്ന ഒരു മണിയനീച്ച ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടന്നോട്ടം ഇവിടെ കിടന്നോട്ടം, തലയണ എടുക്ക്. ഉടനെ ഗൾഫിൽ നിന്ന് വന്ന ചേട്ടൻ്റെ മോൻ നല്ല ഒന്നാം തരം 510 രൂപയുടെ തലവണ എടുത്തുകൊണ്ട് വരും. പോടെ അതിൻ്റെ ഇടയ്ക്ക് 510 രൂപയുടെ തലവേണ, അപ്പനായാലും ആര് പറിച്ചാലും 510 രൂപയുടെ തലവണയോ. പിന്നെ അപ്പോൾ അവന് ബോധം വന്നു, അയ്യോ 510 രൂപയുടെ തലവണ കളയാൻ പറ്റത്തില്ലോ. അവനെ ആറ്റ് നോറ്റ് പാർത്തിനും തപ്പിപ്പിടിച്ച് ഭൂമിയിലെ സകല രാജ്യങ്ങളുടെയും ഭൂപടം പതിഞ്ഞ ഈത്താവാറ്റി നനഞ്ഞ ഒരു തലവണ എടുത്തോണ്ട്, അപ്പം അതാ ഉദ്ദേശിച്ചത് ആ അമ്മയുടെ അവിടെ കാർന്നോമ്മയുടെ കണ്ണീന്ന് നിന്ന് പിടിയിട്ട് അതാ ഉദ്ദേശിച്ചത്. അത് ഒരു വെള്ളത്തുണി പൊതിഞ്ഞ് ഈ അപ്പൻ്റെ തലയിലോട്ട് വെക്കും. അപ്പൻ അല്പശ്വാസം ഉണ്ടായിരുന്നു. ഈ തലവണ വെച്ചതോടുകൂടി ഡിം. അല്പശ്വാസം ഉണ്ടായിരുന്നു. ഈ തലവണ അങ്ങോട്ട് വെച്ചതോടുകൂടി ഡിം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചത്തു കഴിഞ്ഞാൽ പിന്നെ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും സ്വന്തം. നാം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഈ ലോകത്തിന് ക്രിസ്ത്യാനിക്ക് കൊടുക്കാനുള്ള സുഗന്ധവും അതാണ്. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ജീവിച്ചാലും മരണം നമുക്കെല്ലാം ഭയമായി. പറയുന്ന എനിക്ക് ഇതിന് ശേഷം ഒരു മാരകമായ അപകടം വന്നാൽ ഞാൻ ഭയപ്പെടും. അത് മാനുഷികമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ സ്വർഗത്തെ കാണാൻ എനിക്ക് പറ്റണം. അതുകൊണ്ടാണ് കല്ലേറുകളുടെ നടുവിൽ കല്ല് വന്ന് തലങ്ങും വിലങ്ങും എസ്തപ്പാനോസിൻ്റെ നെറ്റി പൊട്ടിക്കുമ്പം, ചങ്ക് കുത്തി പൊട്ടിക്കുമ്പം എസ്തപ്പാനോസ് പറന്നു വരുന്ന കല്ലുകൾക്കിടയിലൂടെ ബൈബിൾ പറയുന്നുണ്ട്, തുറന്ന സ്വർഗത്തെ കണ്ടു. കോവിഡും കല്ലും ഭാരവും തളർച്ചയും നമ്മെ പേടിപ്പിക്കുന്ന പ്രളയവുമൊക്കെ നമ്മുടെ ശിരസിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൂടെ ഒരു സ്വർഗം കാണുന്നവരാ കുട്ടനാട്ടുകാർ. കാരണം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അല്പം പോലും മടുപ്പില്ലാതെ ദൈവസന്നിധിയിൽ അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം മത്സരമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഹൃദയത്തിൽ വയ്ക്കാം. ഒരുപാട് നീളുകയില്ല. നമ്മൾ അടുത്ത 3 ദിവസം ക്രമാനുഗതമായി ചിന്തിക്കും. ഈ കോവിഡിൻ്റെയും ഭാരങ്ങളുടെയും പശ്ചാത്തലത്തിൽ എളിയവരായി നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിനൊന്ന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ നെഞ്ചിൽ വയ്ക്കാം. പൊടിയും ചാരവും ആയമർത്യ ജീവനുള്ള കാലത്തും ജീർണിക്കുന്നു നിന്റെ ദേഹം. എന്തുണ്ടു നിന്നിൽ നമ്പാനായി? പൊടിയും ചാരവും ആയമർത്യ ജീവിച്ചിരിക്കുന്ന നാളിലും നിന്റെ ദേഹം ജീർണിക്കുന്നു. എന്തുണ്ടു നിന്നിൽ നമ്പാനായി? ജീവിച്ചിരിക്കുമ്പോൾ പോലും നിന്റെ ദേഹം ജീർണിച്ചു പോകുന്നു. നല്ല പോലെ ചമഞ്ഞു നീ മർത്യമുന്നിൽ നടക്കിലും, നല്ല പോലെ ചമഞ്ഞു നീന്ന് മർത്യർ മുമ്പിൽ നടക്കിലും, നിനക്കറിയാം നിന്റെ ദേഹത്തിൻ കേടുപാടുകൾ
നിനക്കറിയാം നിന്റെ ദേഹത്തിൻ കേടുപാടുകൾ ജീർണത, പൊടിയും ചാരം ആയമർത്യ ജീവിച്ചിരിക്കുന്ന നാളിലും നിന്റെ ദേഹം ജീർണിക്കുന്നു. അഹങ്കരിക്കാൻ നിനക്കെന്തുണ്ട്? ഈ കോവിഡെല്ലാം വന്നിട്ടും നമുക്ക് എളിമയോടുകൂടി ഒന്ന് ചിന്തിക്കുകയാണ്, നമ്മുടെയൊക്കെ അഹങ്കാരം താന്നു കൊടുത്തിട്ടുണ്ടോ? പൊടിയും ചാരവുമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്ക് എന്നായിരിക്കുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരം ജീർണിക്കുന്നു. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി ഹൃദയത്തെ സ്പർശിക്കുന്ന കർത്താവിൻ്റെ കരുണ നമുക്ക് വേണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, എൻ്റെ കുടുംബത്തെ നീ കൃപയിൽ സംരക്ഷിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞാൻ എൻ്റെ സഭയിൽ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അപ്പാ, നിൻ്റെ കരുണ കൊണ്ട് മൂടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവേ, നിന്റെ കരുണ കൊണ്ട് അടിയനെ മൂടണമേ. എൻ്റെ അപ്പാ, നിന്റെ കരുണ കൊണ്ട് എന്നെ മൂടണമേ. എൻ്റെ ഈശോയെ, നിന്റെ കരുണ കൊണ്ട് എന്നെ മൂടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്റെ കരുണ കൊണ്ട് അടിയനെ മൂടണമേ. അല്പം കൂടെ ഹാളിലുള്ളവരും പള്ളിയിലുള്ളവരും എല്ലാ ടെക്നീഷ്യൻസും എല്ലാ ശുശ്രൂഷകരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പിടിക്കാം. നാം കർത്താവിനെ സഭയിൽ സ്തുതിക്കുമ്പോൾ ഒരു വെറുതെ ആരവം ഉണ്ടാക്കിയല്ല, നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് പറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം മധ്യബഹയിലൂടെ ഈ ശുശ്രൂഷയിലൂടെ നമ്മെ തൊടട്ടെ. കർത്താവിൻ്റെ വചനം വ്യക്തമായി കേട്ടിട്ടുള്ള എല്ലായിടത്തും കർത്താവ് മനുഷ്യരെ തൊട്ടിട്ടുണ്ട്. അത് പറയുന്ന പുരോഹിതനെയും തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കോവിഡിൻ്റെയും കണികളുടെയും പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കൊതിക്കുകയാണ്. ഒരുമിച്ച് ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചൊരു നന്മ നിറഞ്ഞ മറിയമേ അർപ്പിക്കാം. വിദേശത്തിരുന്നു കൊണ്ട് ഇത് കൂടുന്ന ഏതാനും ആളുകളുണ്ട്. അവർക്ക് വേണ്ടി മാത്രമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു, അങ്ങയുടെ കൃത്യപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ശുശ്രൂഷയും ആരാധനയും കൊണ്ട് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ തീരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ. കർത്താവിൻ്റെ വചനം പറഞ്ഞിടത്തെല്ലാം ആര് കൊതിയോടെ സ്വീകരിച്ചോ അവരിൽ ദൈവം തൊട്ടിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ വചനം അതെവിടെയായിരുന്നാലും ഏത് മരണ താഴ്വരകളിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ സ്വീകരിച്ചിടത്തെല്ലാം അതിശയം ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുത്തെ കരുണയുള്ള നാമത്തിൽ പറയുക, ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തെ പലപ്പോഴായി തൊട്ടതുകൊണ്ട് മാത്രമാണ് ഈ ശുശ്രൂഷയുടെ പേരിൽ നിങ്ങളുടെ മുമ്പിലുള്ളത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തെ അവിടുത്തെ കരുണ ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ നമുക്ക് ആവുന്നിടത്തോളം പ്രാർത്ഥിക്കണം. ഞാൻ ചെറുപ്പക്കാരോടെല്ലാം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള ഹൈന്ദവ സഹോദരനായ വിഷ്ണു ഉൾപ്പെടെ എൻ്റെ കൂടെ ഇരുന്ന് എത്രയോ നല്ല മനുഷ്യരാണ് ഹൈന്ദവ മക്കൾ, എത്രയോ തുറന്ന ഹൃദയമാണ്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവരെയൊക്കെ ഓർത്ത് നന്ദി പറയണം. ശരിക്കും ഭാരതത്തിൻ്റെ നല്ല അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു നന്ദി പറയണം. അത് നമ്മുടെ നാടിന് കിട്ടിയൊരു പൈതൃകമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെയുള്ളൊരു 15 ചെറുപ്പക്കാരുള്ള എല്ലാ ദിവസവും 2-3 ജപമാല അർപ്പിക്കും. 40, 20, 25, 30 എത്രയും ദയുള്ള മാതാവെ ചൊല്ലി പ്രാർത്ഥിക്കും. അവരെല്ലാം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ് മുഴുവൻ സമയവും. മീഡിയ മിനിസ്ട്രിയാണ്. 9:30 തൊട്ട് വൈകിട്ട് 5:30 വരെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തലയുടെ
ആണി ഇളകിപ്പോകും. പക്ഷേ രാത്രി 10 മണിയോടുകൂടി ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവരെല്ലാം സത്യസന്ധമായിട്ടിടും, ഞാൻ ഇന്ന് ഇത്ര അർപ്പിച്ചു, ഞാൻ ഇന്ന് ഇത്ര അർപ്പിച്ചു, 45 എത്രയും ദയുള്ള മാതാവേ. അതുകൊണ്ട് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ചെറിയ ശുശ്രൂഷയിൽ ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ നിമിഷം മുതൽ ഈ ധ്യാനം തീരും വരെ നിരന്തരം ഒരു സുഹൃത ജപമോ എത്രയും ദയുള്ള മാതാവേ എന്ന ജപമോ അർപ്പിച്ച് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ വചനങ്ങൾ ദൈവം ക്രമപ്പെടുത്താൻ പ്രാർത്ഥിക്കണം. ഒരുമിച്ച് ഹല്ലേലൂയ. അങ്ങനെ പോലെ ഒരുമിച്ച് ഹല്ലേലൂയ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതൊരു ക്ലാസ് ആണെങ്കിൽ അവിടെ പറഞ്ഞ അതേ ക്ലാസ് കൊണ്ട് ഇവിടെ പറയാൻ പറ്റും. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയുടെ പ്രത്യേകത നമ്മുടെ തലയ്ക്കകത്ത് എന്തെല്ലാം പറയാനുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കില്ല. അതൊരു അനോയിൻറ്റിങ് ആണ്. ആ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന വളരെ പെട്ടെന്ന് പിടികിട്ടും. ഒരു അധ്യാപകൻ്റെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ അന്ന് പഠിപ്പിച്ച അതേ വിഷയം, അതേ കഥ, അതേ കാര്യം വന്ന് പറയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഒരുമിച്ച് ഹല്ലേലൂയ. സ്വരമുയർത്തി അങ്ങ് പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ അതിരൂപത എന്ന് പറയുന്ന വലിയ പൈതൃകമുള്ള നമ്മുടെ മഹാ അതിരൂപതയ്ക്ക് വേണ്ടി നല്ല കുളിരുകോരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കണം. എല്ലായിടത്തും നന്മ പുലരാൻ ആഗ്രഹിക്കണം. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇപ്പം മുതൽ നിങ്ങൾ എത്രയും ദയുള്ള മാതാവെ അർപ്പിക്കാമോ. ഞാനാണെങ്കിൽ സ്നേഹത്തോടെ കാണുമ്പോൾ സ്നേഹത്തോടെ ചോദിക്കും, കുഞ്ഞേ നീ ഇന്ന് എത്രയും ദയുള്ള മാതാവെ അർപ്പിച്ചോ. നിങ്ങളെല്ലാവരും അപ്പനെന്നോ അമ്മയെന്നോ നോക്കാതെ നിരന്തരം ഒരു സ്തുതി, അല്ലെങ്കിൽ എത്രയും ദയുള്ള മാതാവേ, അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, ഈ ജപം നിരന്തരം അർപ്പിക്കുക. ചെറിയ ചില ത്യാഗങ്ങൾ എടുക്കുക. ശുശ്രൂഷയാണിത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വരാൻ വേണ്ടി ചെറിയ ചില ത്യാഗങ്ങൾ എടുക്കുക. ഈ ദിവസങ്ങളിൽ മനസ്സറിഞ്ഞ്, നമ്മൾക്ക് കോവിഡിൻ്റെ സമയത്ത് നാം എന്തോരം അനുഭവിച്ചതാണ്. മനസ്സറിഞ്ഞ് ഫീഡ്ബാക്ക് ഇച്ചിരി കുറച്ചേരടാ ജെറോം ഫീഡ്ബാക്ക് ഇച്ചിരി കുറച്ചേക്കാൻ പറ. ഭയങ്കര പവർ. വത്സല്യമുള്ള സഹോദരങ്ങളെ, നമുക്ക് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എന്തോരം ഭാരങ്ങൾ അനുഭവിച്ചതാണ്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു ചായ വേണ്ടെന്ന് വയ്ക്കുക. കഴിയുമെങ്കിൽ ഒരല്പം ആഹാരം കുറച്ച്, ചെറിയ ഉപവാസത്തിൻ്റെ ആരും ആഹാരം വേണ്ടെന്ന് വെക്കേണ്ട. അല്പം ഒരു ചെറിയ ത്യാഗം. ചിലപ്പോൾ രാത്രിയിൽ ഒരു പക്ഷേ ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ എണ്ണിക്കുന്ന സമയത്ത് ആരും അറിയാതെ ഒരു 3 മിനിറ്റ് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ശുശ്രൂഷയെ ദൈവത്തിന് കൊടുക്കണം. വലതുകരം ഉയർത്തി, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്ക് 2 കരങ്ങളും ഉയർത്തി ദൈവജനം മുഴുവനും, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വത്സല്യമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കോവിഡിൻ്റെ ഭാരങ്ങൾക്കിടയിലും മരണത്തിൻ്റെ പേടികൾക്കിടയിലും ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുകയാണ്. യെശയ്യാ 55:10 മഴയും വെയിലും ആകാശത്തുനിന്ന് വരുന്നു, അത് ഭൂമിയെ കുളിർപ്പിക്കുന്നു, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും അത് നൽകുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളാരുമല്ല, കർത്താവിൻ്റെ വചനം. യെശയ്യാ 55:10 നിങ്ങൾ കേട്ട വചനമായിരിക്കും. യെശയ്യാ 55:10 മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ തണുപ്പിക്കുന്നു, അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ വിഭവങ്ങളും നൽകുന്നു. ഇങ്ങനെ തന്നെയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനവും. ഫലരഹിതമായി അത് മടങ്ങുകയില്ല. നമ്മളിനി എത്ര കാതുകൾ അടച്ചാലും, ഞാനിനി എത്ര അവിശ്വസ്തമായി വചനം പറഞ്ഞാലും, പറഞ്ഞത് ദൈവവചനമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതെവിടെങ്കിലും കിളിർക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര അലക്ഷ്യമായി വിത്തെറിഞ്ഞാലും, നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ചുമ്മാതെറിഞ്ഞാലും, ഒരു മഴ വരുമ്പോൾ നെല്ല് പാടത്തേക്കാൾ നന്നായി മുളച്ചു വരുന്നത് കണ്ടിട്ടില്ലേ? ദൈവത്തിൻ്റെ വചനം മഴ പോലെയാണ്. അത് പിന്നെ മടങ്ങുകയില്ല. ഒരു എഫക്റ്റ്, ചിലപ്പോൾ അത് മനസാന്തരമായിരിക്കാം, ചിലപ്പം ബോധ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ സൗഖ്യങ്ങളായിരിക്കാം. ഇതൊന്നും തരാതെ മടങ്ങുകയില്ല. വാത്സല്യമുള്ള സഹോദരങ്ങളെ, വ്യക്തി ജീവിതത്തിലെ 1-2 കുഞ്ഞനുഭവങ്ങൾ ഈ ശുശ്രൂഷയുടെ 2ാം പകുതിക്ക് പറയുക. എൻ്റെ ഈ വലത് കയ്യിൽ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷകൾ പതിവായി ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഒരു സമയത്ത് എൻ്റെ ഈ വലത് കയ്യിൽ കുർബാന പങ്കുവയ്ക്കുന്ന കയ്യിൽ ഒരു സ്കിൻ ഡിസീസ് വന്നു. ഒരു സ്കിൻ ഡിസീസ് എല്ലാവർക്കും ഇത് വരാവുന്നതാണ്. അപ്പം അത് വന്നതെൻ്റെ വലത്തു കയ്യിൽ.
ഇടത്ത് കയ്യിലും നോക്കണം, വലത്ത് കയ്യിൽ. കുർബാന കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലെ ഈ വ്രണങ്ങൾ കാണാം. 1 2 3 നാളുകൾ ഇത് അവശേഷിച്ച് ഒരുതരം വല്ലാത്ത സ്കിൻ ഡിസീസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാഭാവികമായും ഭീതിയുണ്ട്, ടെൻഷൻ വന്നു. പക്ഷേ കർത്തൃ ശുശ്രൂഷ, കർത്താവിൻ്റെ വചനം നിരന്തരം അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞു. കർത്താവിൻ്റെ വചനം കളിപ്പിച്ചൊരിടത്തും പറഞ്ഞില്ല. കർത്താവ് നിന്നെ സമാധാനിപ്പിക്കുമെന്ന് എനിക്ക് കിട്ടിയ എല്ലാ ശുശ്രൂഷകളിലും വളരെ അലഞ്ഞും വിയർത്തും തകർന്നും പറഞ്ഞു. എൻ്റെ ശരീരത്തിൻ്റെ സ്വസ്ഥത നോക്കാതെ കരയുന്ന തകരുന്ന മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് എൻ്റെ ചങ്കിൽ നിന്ന് എനിക്കുള്ള ആത്മാർത്ഥതയോടെ മുഴുവനും പറഞ്ഞു. അതിന് ശബ്ദം പോയത് നോക്കിയില്ല, മറ്റൊന്നും നോക്കിയില്ല. വാത്സല്യമുള്ളവരെ, ഏതോ ശുശ്രൂഷകൾക്ക് ശേഷം പിന്നീട് ഒരിക്കലും അത് ആവർത്തിച്ചിട്ടില്ല. ദൈവം നമ്മുടെ ശുശ്രൂഷകൾക്ക് ജീവിതത്തിന് വേണ്ട ഒരു സൗഖ്യം നൽകും. ഇത് നിരന്തരം കുർബാനയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാം ഇത് അനുഭവിക്കുക. ഓരോ കുർബാനയിലും നാം അനുഭവിക്കുക ഈ സൗഖ്യം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആത്മീയ ആനന്ദമുള്ളത് കുർബാനയാണ്. കുർബാന അർപ്പിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങളായി ദൈവം പ്രത്യേക ഒരു അനുഭവം നൽകും. കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ വഴിയിൽ കഴിഞ്ഞ പെരുന്നാളിന് ഒരിക്കൽ വിളിച്ചപ്പോഴും അത് തന്നെ സംഭവിച്ചു. മദ്ബഹയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകും. ആത്മാവ്, കർത്താവ് കരുണയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ വേറെ ഏതോ ലോകത്തേക്ക് എടുത്തുകൊണ്ട് പോകും. വാത്സല്യമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ തൊടാൻ നമ്മുടെ അനുവാദത്തിന് വേണ്ടി പോലും കാത്തു നിൽക്കില്ല. ദൈവം നമ്മളെ തൊടുക തന്നെ ചെയ്യും. അതിന് ആരുടെയും കമാൻഡ്, ദൈവവചനത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. റോമ 9 അധ്യായത്തിലെ വാക്ക് നമ്മുടെ തലയ്ക്കകത്തിരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. വാത്സല്യമുള്ളവരെ, ശുശ്രൂഷകളുടെ ഒരു 14 വർഷം മുമ്പ് യാത്രകൾക്കിടയിൽ കഴുത്തിന് കലശലായ ഭാരം അനുഭവപ്പെട്ടു. കലശലായ വേദന എന്ന് വെച്ചാൽ കഴുത്ത് പൊട്ടിപ്പോകുന്ന വേദന. സാധാരണ വേദനയല്ല, ഭാഷയിട്ട് കളിക്കുന്നതല്ല, വാക്കുകൊണ്ട് ഞാൻ അമ്മാനമാടുന്നതല്ല. ഞാൻ എൻ്റെ 2 കൈയും കൊണ്ട് ഇവിടെ അമർത്തി പിടിക്കുമ്പം അവിടെ കിട്ടുന്നൊരു വേദന കൊണ്ടൊരു സുഖമുണ്ട്. ഞാൻ ചില ആളുകളെ കൊണ്ട് അവിടെ ഇടിക്കുമ്പോൾ ആ വേദന കൊണ്ടൊരു സുഖം, വല്ലാത്തൊരു വേദന. ഇവിടെ കഴച്ചൊടിയുന്നു. ഡോക്ടർ പറഞ്ഞു, അച്ഛാ സ്പോണ്ടിലോസിസ് ആണ്. സ്പോണ്ടിലോസിസ് എന്ന രോഗം കേട്ടിട്ടുണ്ട്. കഴുത്തിന് കോളറിട്ടിരിക്കേണ്ട ഗതികേട്. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ഓരോ അടയാളങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുണ്ടോ വേദന, അങ്ങനെയുണ്ടോ? ഉണ്ട്. ഡോക്ടർ പറഞ്ഞ എല്ലാ അടയാളങ്ങളുമുണ്ട്. ഡോക്ടർ പറഞ്ഞ് ഒത്തിരി ഭയപ്പെടുകയൊന്നും വേണ്ട, കുറച്ച് നാളുകൾ കോളറിടണം. സ്പോണ്ടിലോസിസ് മാരകമായൊരു രോഗമാണ്. കഴുത്തിൻ്റെ ഡിസ്ക് തെഞ്ഞു പോവുക. എനിക്ക് ഡിസ്ക് തെഞ്ഞിട്ടുള്ള ആളാണല്ലോ, ഭയപ്പെടാൻ തുടങ്ങി. പക്ഷേ ശുശ്രൂഷകൾക്ക് മുടക്കം വരുത്തിയില്ല. ഊണിലും ഉറക്കത്തിലും ഏത് ശുശ്രൂഷകൾക്ക് വിളിച്ചാലും കർത്താവിൻ്റെ വചനം പറയാൻ 100% എനിക്കറിയില്ല, 90-ന് മുകളിൽ ആത്മാർത്ഥതയോടെ ഞാൻ ഓടിയിട്ടുണ്ട്. അതിനെൻ്റെ ഉപ്പൂറ്റി വേദനയൊന്നും നോക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ 14 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ പറഞ്ഞ കാര്യം പിന്നെ ഇന്ന് വരെ, ഈ 14 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വരെ ആ ഡോക്ടർ പറഞ്ഞ സമയത്തല്ലാണ്ട് ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ വചനം നിരന്തരമായി അഭിമാനത്തോടെയും ആത്മാർത്ഥതയോടെയും പറഞ്ഞു. എനിക്കൊരിക്കലും കോളറിടേണ്ടി വന്നില്ല. അത് വലിയ മഹാതിശയമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവം തന്നെയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ജോബിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, മുതൽ എവിടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും? നിനക്കറിയാമോ നിന്റെ ദൈവം അത്യുദാരനാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ വചനം കേൾക്കുന്നത്. ഒരുമിച്ച് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, വെറുതെ അത്ഭുതങ്ങളുടെ രസം പറയുകയല്ല. ഡിസ്ക് തെന്നിപ്പോയി വീട്ടിലായിരുന്ന കാലം, ചമ്പക്കുളത്ത് തുമ്പേച്ചിറ വീട്ടിലായിരുന്ന കാലം, എനിക്ക് തോന്നി 1 വർഷം മുഴുവൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, മടുത്തു. കോവിഡൊന്നുമല്ല, എല്ലാവരും ഓടി നടക്കുന്നു, ഞാൻ മാത്രം വീട്ടിലിരിക്കുന്നു. എൻ്റെ നടുവിന് മേലെ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ഒരു 6-8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനിന്ന് ഗോവ വരെ പോവുകയാണ്. ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴിയാത്ത ശരീരം കാണണം. അതൊരു അത്ഭുതമാണല്ലോ. ഗോവ ഇതുവരെ പോയിട്ടില്ലാത്തൊരു ദേശമാണ്. ഈ നാളുകളിലൊന്നും ചെയ്യാനില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഞാനങ്ങനെ അനുവാദത്തോടു കൂടി, ബ്രദറാണ്, സെമിനാരിൽ നിന്ന് വന്ന് വീട്ടിൽ തങ്ങുകയാണ്. ഞാൻ ഗോവയ്ക്ക് പോയി. ബസ്സിൽ എവിടുന്നോ എങ്ങോട്ടൊക്കെ ബസ് കിട്ടിച്ച് പോയി. വളരെ വിദൂരമായൊരു ഓർമ്മ എനിക്കുള്ളൂ. രാത്രിയിൽ വെളുപ്പിനെ ഒരു 3 നല്ല, എല്ലാവരും നല്ല ഉറക്കം. ബസ്സിൽ പെട്ടെന്നൊരു ഭയങ്കര ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നു, ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുൻഭാഗം കത്തി അമരുന്നു. ഞാൻ ചാടി പുറത്തിറങ്ങി. നിങ്ങൾ ഓർക്കണം, ഞാൻ ഈ ബസ്സിൽ കയറിയത് വളരെ സൂക്ഷിച്ച് പിടിച്ച് വന്ന് സീറ്റിൽ ഇരുന്ന് ബെൽറ്റ് നേരെ വെച്ച് 2 കമ്പിയിലും പിടിച്ചിരുന്നതാണ്.
വളരെ സൂക്ഷിച്ച് കാലൊക്കെ പൊക്കി വെച്ചതാ. ഈ ബസ്സിൻ്റെ ചെറിയ ദ്വാരത്തിൽ കൂടെ, ആ വിടവിൽ കൂടെ ഞാൻ എങ്ങനെ ഒരു കായികാഭ്യാസിയെ പോലെ പുറത്ത് വന്നു? അഥവാ പുറത്ത് ചാടിയെങ്കിലും എൻ്റെ ഡിസ്കെല്ലാം ഇളകി പറഞ്ഞ് ഞാൻ നശിക്കേണ്ടതല്ലേ? ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. യെശയ്യാ 29:17. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് ഒരുപാട് സമയം വേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് നമ്മെ തൊടാൻ ആരുടെ അനുവാദവും വേണ്ട. മൈസൂറിൽ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് ശേഷം ഞാനും എൻ്റെ ഒരു 2 സഹോദരങ്ങളുമായിട്ട് വരികയാണ്. സന്തോഷ്, സുനിൽ എന്ന 2 പേരാണ് എൻ്റെ കൂടെ എന്ന് എൻ്റെ ഓർമ്മ. ഞങ്ങൾ ബത്തേരിക്ക് മുമ്പ് ജപമാല അർപ്പിച്ചു, പിന്നെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ്. ഒരു ജപമാല ഭക്തിയോടെ അർപ്പിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം 2002 കൊടുത്തതാണ്. 2002 പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിന് സമർപ്പിച്ചതാണ്. തൊത്തുസ്തു ജോൺ പോൾ II പറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മേ, ഞാൻ മുഴുവനായും പൂർണ്ണമായും നിൻ്റെതാണ്, നിനക്ക് തരുന്നതെല്ലാം നീ ക്രിസ്തുവിലെത്തിക്കും. അങ്ങനെ സമർപ്പിച്ചതാണ്. ഞങ്ങൾ വരികയാണ്, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഞങ്ങളുടെ വണ്ടി പിടിവിട്ടു ഭൂന്നൊരു ശബ്ദത്തോടു കൂടി എങ്ങോട്ട് പോയി വീണു. ഞങ്ങൾക്കൊരു പിടിയില്ല. നോക്കിയപ്പോൾ അതൊരു പാടശേഖരമാണ്. ഒരു പാടത്തേക്ക് വന്ന് വീണിരിക്കുക. ഏതാണ്ട് 5-8 അടിപ്പൊക്ക, വലിയ പൊക്കമൊന്നുമല്ല. വണ്ടി പാഞ്ഞു വന്നൊരു സ്ഥലത്തോട്ട് വീണിരിക്കുക. ഞങ്ങളുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് അലറിക്കൊണ്ട് ആ പരിസരങ്ങളിൽ നിന്ന് ആൾക്കാർ, അവിടെ വിദ്യുശക്തിയില്ല, കയ്യിൽ വിളക്കുമായിട്ട് ഓടി വന്നൊരു 10-100 പേര്. അപ്പോഴാണ് ഞങ്ങൾ ആ സ്ഥലം കാണുന്നത്. അതൊരു ചന്തസ്ഥലമാണ്. അവിടെ കുറേയേറെ വീടുകളുണ്ട്. ഞങ്ങളുടെ വീണുപോയ മാരുതി വാഗണർ വണ്ടി അവരെല്ലാം കൂടി തിരിച്ചു മേട്ടിലോട്ട് കയറ്റുകയാണ്. ഞാൻ ആ സമയത്ത് ഒരു കാഴ്ച കാണുന്നത്. ഈ വണ്ടി വീണത് ഒരു ചന്തസ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. റോഡിൻ്റെ ഒരു വശത്ത് ചന്തയ്ക്കുള്ള സ്ഥലം ക്രമീകരിക്കുവാൻ നമ്മുടെയൊക്കെ റോഡിൽ ഇപ്പോഴുള്ള പോലെ മയിൽക്കുറ്റിയില്ലേ, മയിൽക്കുറ്റി ഏതാണ്ടൊരു 5 അടി അല്ലെങ്കിൽ മാക്സിമം 6 അടി വ്യത്യാസപ്പെട്ട് ഒരു 100 മീറ്റർ 150 മീറ്റർ നീളത്തിൽ റോഡിൻ്റെ വശത്ത് മയിൽക്കുറ്റി അടിച്ചു വെച്ചിരിക്കുക. ഈ കരിങ്കൽ കുറ്റി. ഈ വണ്ടി താഴേക്ക് പോയി വീണത് ഈ 2 കുറ്റികൾക്കിടയിലൂടെയാണ്. അതിലൊന്നും വലിയൊരു അതിശയം പറയാനില്ല. പക്ഷേ 10-28-30 മനുഷ്യര് ഒരുമിച്ച് വളരെ സൂക്ഷിച്ച് പിടിച്ച് മേലോട്ട് കയറ്റിയിട്ടും ഈ വണ്ടിയുടെ ഒരു വശം പോയി കല്ലിടിക്കുകയും ബോണറ്റ് തകരുകയും ചെയ്തു. ആരാണ് പ്രിയപ്പെട്ടവരെ പാഞ്ഞു പോയ സമയത്ത് അതിനെ കൈകളിൽ താങ്ങിയത്? ഇതിനകത്ത് അപസർപ്പകമായ അല്ലെങ്കിൽ വലിയ അത്ഭുതാവഹമായ കാര്യമൊന്നും ഞാൻ പറയുകയല്ല. അതേ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ വ്യക്തിപരമായി പ്രാർത്ഥനയിൽ കൊടുത്തുകൊണ്ടിരുന്ന മഞ്ജു എന്നൊരു പെൺകുട്ടിക്ക്, തകഴിയിൽ കരുവാറ്റ പ്രദേശത്തുള്ള വിശ്വാസം സ്വീകരിച്ച മഞ്ജു എന്നൊരു പെൺകുട്ടിക്ക് രാത്രിയിൽ ഒരു സ്വപ്നം ഉണ്ടാവുകയാണ്. എന്നെ അവൾ ആദിയോടെ വിളിക്കുന്ന അവളുടെ ഭർത്താവ് മൂത്ത് ഷാജിയച്ച, ഒരു വള്ളത്തിൽ അച്ഛനും കൂട്ടുകാരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് സ്വപ്നം കാണുന്നു, എഴുന്നേറ്റിരിക്കുന്നു, പ്രാർത്ഥിക്കൂ എന്ന് എന്നോട് മാതാവ് പറയുന്നതായിട്ട് കണ്ടു. പ്രിയപ്പെട്ടവരെ, ദർശനമല്ല, ദർശനത്തിൻ്റെ വലിയ ധോരണി പ്രദർശിപ്പിക്കുകയല്ല. അവൾക്ക് കിട്ടിയ ഒരു ഇൻറ്റ്യൂറ്റീവ് നോളജാണ്. അവൾ ചാടി എഴുന്നേറ്റിട്ട് എന്നെ വിളിക്കും, ഷാജിയച്ച എന്താ സംഭവിച്ചത്? ഞാൻ സംഭവിച്ചതെല്ലാം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആരാണ് അവളുടെ സ്വപ്നങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്? ഇത് വെറും ഒരു മനഃശാസ്ത്രപരമായ ഒരു സ്വാഭാവികതയ്ക്കപ്പുറമല്ലേ? ആരാണിത് ചെയ്തത്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പം നമ്മുടെ ഉള്ളിൽ ചില സംഭവങ്ങൾ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് ഒരു ഒറ്റ ഉദാഹരണം കൂടെ 1-2 ഉദാഹരണം പറയാനുള്ള സമയമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ നിങ്ങളിൽ ആരെക്കാട്ടിലും അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെക്കാട്ടിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുള്ളൊരു മനുഷ്യൻ ഞാനായിരിക്കും. ഈ ഇവിടെ ഇരിക്കുന്ന സകലരെക്കാളും അക്ഷരാർത്ഥത്തിൽ 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട്. എൻ്റെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എല്ലാ രാത്രിയിലും ഉറങ്ങുമ്പോൾ, കാരണങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്, എല്ലാ രാത്രിയിലും ഉറങ്ങുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിട്ട് കരഞ്ഞ് എൻ്റെ തലയിണ നനഞ്ഞു എന്ന സങ്കീർത്തനം അത് എൻ്റെ ജീവിതമാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഒരു ദിവസമല്ല, വീട്ടിൽ നിന്ന് ഒരു ദിവസത്തെ അനുഭവം കൊണ്ടല്ല, ജീവിതത്തിലെ ചില പ്രത്യേക അനുഭവങ്ങൾ കൊണ്ട് 1.5 വർഷം മുഴുവനും കരഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഖം ഇന്നും ചിരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വിഷാദമയമാണ്. എൻ്റെ ജീവിതം അതിലധികം വിഷാദമയമായിരുന്നു. എന്നാൽ ഒരൊറ്റ വചനം എൻ്റെ ജീവിതത്തെ തൊട്ടു. ഏതാണ്ട് മരാരിക്കുളം പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്
ഒരിക്കൽ വല്ലാത്തൊരു ഭാരത്തിലിരുന്ന്, കർത്താവേ നിൻ്റെ അമ്മയിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് ഹൃദയം പൊട്ടി നിലവിളിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിൽ സെമിനാരി മുഴുവനും ബൈബിൾ നിരന്തരം വായിച്ചിട്ട് കിട്ടാത്തൊരു അഭിഷേകം, ദൈവശാസ്ത്രം കീറി മുറിച്ച് പഠിച്ചിട്ടും തത്വശാസ്ത്രം പഠിച്ച് 1ാം സ്ഥാനം വാങ്ങിയിട്ടും കിട്ടാതിരുന്ന ഒരു അനോയിൻറ്റിങ്, ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരൊറ്റ വചനം, ജെറമിയ 31:16, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്ക് സമ്മാനം കിട്ടും. ആ ഒരു വചനമാണ് ഇന്ന് ഈ ശുശ്രൂഷയുടെ പിന്നിലെ ആദ്യത്തെ നാമ്പ്, നനവ്, തീ. ഒരൊറ്റ വചനം. കരഞ്ഞിരുന്ന, തകർന്നിരുന്ന, വിഷാദിച്ചിരുന്ന, മങ്ങിയിരുന്ന ഞാൻ പാട്ടെഴുതിയാൽ ആ പാട്ടിൽ മുഴുവൻ വിഷാദമായിരുന്നു. എൻ്റെ പാട്ടുകൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പണ്ടത്തെ പാട്ടുകൾ മുഴുവൻ സങ്കടമായിരുന്നു. ഞാൻ ആരോട് ഇതെല്ലാം പറയും. എല്ലാ പാട്ടുകളിലും ഈശോയ്ക്ക് വേണ്ടിയാണ്, ഈശോ. ഒരുപാട് പാട്ടുകളിൽ സങ്കടമായിരുന്നു. അത് നിങ്ങളിലെ പഴമക്കാർക്കറിയാം. ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ദുഃഖമായിരുന്നു. എന്നാൽ ഇന്നെല്ലാ പാട്ടുകളിലും പ്രത്യാശ കയറിയത്, എന്നിൽ ദൈവം വരുത്തിയ ഒരു വചനത്തിൻ്റെ എഫക്റ്റ്. ഒരൊറ്റ വചനം, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്കൊക്കെ സമ്മാനം കിട്ടും. ഒരൊറ്റ വചനം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രകൃതവും മാറ്റി. എൻ്റെ വാത്സല്യമുള്ളവരെ, വേറെ ഒന്നും ചിന്തിക്കരുത്. കേരള കത്തോലിക്ക സഭ എനിക്ക് വലിയ സന്തോഷത്തോടെ, അഭിമാനത്തോടെയും വിനയത്തോടും കൂടി ദൈവത്തിന് സ്തുതി പറയുന്നു. കേരള കത്തോലിക്ക സഭ KCBC എനിക്കൊരു ശുശ്രൂഷയുടെ അവാർഡ് നൽകി. എന്നോട് ക്ഷമിക്കണേ ഇത് പറയുന്നതിൽ. ഒരൊറ്റ അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്, പാട്ടിനല്ല കിട്ടിയത്. അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയിരിക്കുന്ന പാട്ടുകൾ 1700 അല്ല, അതിലൊക്കെ അപ്പുറത്തുമാണ് ഒരുപാട്. ഈ ദിവസങ്ങളിലും 80ഓളം 100ഓളം പാട്ടുകളുണ്ടായി. കേരളത്തിലോ ഒരാളും ചെയ്തിട്ടില്ല, സിനിമാ ഫീൽഡിലും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അവാർഡ് പാട്ടിനൊന്നുമല്ല. എനിക്ക് കിട്ടിയ അവാർഡ് 1 മിനിറ്റുള്ള ഒരു ശുശ്രൂഷയെ പ്രതിയാണ്. അതിൻ്റെ പേര് ആമേൻ എന്നാണ്. 6ാം വർഷത്തിലാണിത്. രാവിലെ 5:30 മണിക്ക് വിടുന്ന ആമേൻ എന്ന് പറഞ്ഞൊരൊറ്റ വചനം, ഒരു 1.5 മിനിറ്റ് കാണും. ഞാൻ ചോദിച്ചോട്ടെ, ആമേൻ എന്തെങ്കിലും കണ്ടിട്ടുള്ള ആരെങ്കിലും ഒന്ന് കരം ഉയർത്താവോ? ഞാൻ ഈ പറയുന്നവർക്ക് മനസ്സിലാകും. ആമേൻ എന്ന് പറഞ്ഞൊരു കൊച്ചു ശുശ്രൂഷയിലാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഏത് നീറ്റലിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നാലും അന്ന് ജീവിക്കാനുള്ള ഒരു ശക്തി വരും. എന്നോട് അനേകര് പറഞ്ഞു, ഷാജിയച്ചാ നന്ദിയുണ്ട്, കണ്ണുനീരോടെ വിളിച്ച് പറഞ്ഞവരുണ്ട്. നോക്കണം, ഒരു 1.5 മിനിറ്റേ ഉള്ളൂ. എനിക്ക് അറിവുകളല്ല, വലിയ സംഭവമൊന്നുമില്ല. 10-16-18 വർഷം മുമ്പ് എന്നെ തൊട്ട ആദ്യ വചനത്തിൻ്റെ റെസൊണൻസ്, അനുരണനം, അതിൻ്റെ പ്രകമ്പനമായി ആമേൻ. അന്ന് കിട്ടിയ പ്രത്യാശയാണ് ഈ 6 വർഷം മുടങ്ങാതെ, ഏത് രാജ്യത്ത് പോയാലും ഈ 6 വർഷവും മുടങ്ങാതെ രാവിലെയുള്ള 1.5 മിനിറ്റിൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് സഭ എനിക്കൊരു സമ്മാനം തന്നത്. ദൈവത്തിന് മാത്രമായിരിക്കട്ടെ മഹത്വം. നോക്കണേ, ഞാൻ അഭിമാനിക്കുന്ന എൻ്റെ പാട്ടുകൾക്കല്ല, ദൈവവചനം എന്നെ തൊട്ടപ്പോൾ. ഇന്ന് നിങ്ങൾ ആമേൻ കണ്ടവർ ഓർത്ത് നോക്കിക്കേ, നിങ്ങൾക്കും പോലെ അതിശയം തോന്നിയിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ വചനത്തിന് എങ്ങനെ ഈ അർത്ഥം? ദൈവത്തിന് മാത്രം മഹത്വം. അനേകം മനുഷ്യരെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇന്ന് എൻ്റെ ജീവിതമായിരുന്നു വചനം, ഇന്ന് ഒരു തമ്പുരാനെ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ. ഇന്ന് വലിയൊരു ടെൻഷനിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയത്തിൽ നിന്ന് മാറാതിരിക്കാം. ഒരു വചനം ഒരാളെ തൊട്ടപ്പം തകർന്ന് തരിപ്പണമായ മനസ്സിന് ഏകോപനമുണ്ടായി. അതിൻ്റെ ഫലമായി ഇന്ന് എത്രയോ പേരെ മുറിഞ്ഞവനും തകർന്നവനുമായി എന്നിലൂടെ ദൈവം തൊടുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതാ പൗലോസ്ലീഹ പറഞ്ഞത്, അകാല ജാതന എന്നവണ്ണം ദൈവം എന്നെ തൊട്ടെങ്കിൽ നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, 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 ആരാധന. ഈശോയെ, സഭയിൽ ഞാൻ അങ്ങേ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ, ഞാൻ താഴ്ന്നു പോകാൻ സമ്മതിക്കരുതേ. പരിശുദ്ധ അമ്മേ, എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കണമേ, ഞാൻ നിൻ്റേതാണമ്മേ. നീ വഴിയായി കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മനസ്സിലുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷ പതിയെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാടിനെ വളരെ അടുത്ത് കർത്താവിൻ്റെ കരുണയിൽ 12 വർഷം ഈര എന്ന പ്രദേശത്ത് എൻ്റെ ആയുസ്സിൻ്റെ 10-1 എൻ്റെ വിയർപ്പ് ചൊരിഞ്ഞവനാണ് ഞാൻ. തൂമ്പായെടുത്ത് കിളയ്ക്കാനും ചെളി വാരാനും മണ്ണ് വാരുവാനും ചെടികൾ നടാനും ആ മണ്ണിൽ എൻ്റെ ഹൃദയം വെച്ച് ഞാൻ ഉരുകി. പക്ഷേ പള്ളിപ്പണിയുടെ, വളരെ ചുരുക്കി പറയാം, പള്ളിപ്പണിയുടെ അവസാന സമയമായപ്പോൾ അനേകം പേരുടെ കൈത്താങ്ങുണ്ടായിരുന്നു പള്ളിപ്പണിക്ക്. ഒരുപാട് മനുഷ്യർ, അവരെല്ലാം ഹൃദയം വെച്ചു. പക്ഷേ പള്ളിപ്പണി തീരുന്ന സമയത്ത് പെയിൻറ്റിങ് ഒക്കെ വേഗം നടത്തി, അൾത്താര വേഗം നടത്തി, ജനലൊക്കെ പെട്ടെന്ന് പിടിപ്പിച്ചു. അതുവരെ കിട്ടിയ പൈസ കൊണ്ട് കാര്യങ്ങൾ നടത്തിപ്പോയി. പക്ഷേ അവസാനത്തെ മിനുക്ക് പണികളൊക്കെ ആരുടെയും പൈസ നോക്കി നിൽക്കാൻ പറ്റത്തില്ല. കാരണം വളരെ പെട്ടെന്ന് വെഞ്ചരിപ്പായി, വളരെ പെട്ടെന്ന് അവിചാരിതമായി ഞങ്ങൾ പോലും നിർവിക്കാതെ ഇന്ത്യയുടെ അപ്പസ്റ്റോലിക് നുൻഷിയോ ഫോണിൽ വിളിക്കുന്നു. ഞാൻ തന്നെ മായാലോകത്തായിപ്പോയി. അപ്പസ്റ്റോലിക് നുൻഷിയോടെ ഫോൺ വരുന്നു, ദാറ്റ് ഐ ആം വിസിറ്റിംഗ് യുവർ ചർച്ച്, ഞാൻ നിങ്ങളുടെ പള്ളി സന്ദർശിക്കുന്നു, ഞാൻ പിതാവിനെ വിളിക്കുന്നു. പിതാവ് പറഞ്ഞത് അച്ഛനെ വല്ലവരും കളിപ്പിച്ചതാണോ? ടെൻഷനായിപ്പോയി. ഒടുവിൽ ബാംഗ്ലൂരിൽ വിളിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഉറപ്പിച്ചു, ഈ പള്ളിയിലേക്ക് വരികയാണ്. നിങ്ങൾ അറിഞ്ഞു, ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും ആരെങ്കിലും. അങ്ങനെ വിളിക്കാതെ അപ്പസ്റ്റോലിക് നുൻഷിയോ വരുന്നു. ആദ്യം വന്നിട്ട് മേല പെട്ടെന്ന് കടം വാങ്ങി പെട്ടെന്ന് പെയിൻറ്റിങ് തീർത്തു. ഫെബ്രുവരി 11 പള്ളി വെഞ്ചരിച്ചു. അതുവരെ കിട്ടിയ പൈസ കൊണ്ട് നടത്തിയപ്പോൾ രസമുണ്ടായിരുന്നു. ആളുകൾ തരുന്നു, ആരെങ്കിലും തരുന്നു, ആരെങ്കിലും സംഭാവന തരുന്നു, അതുകൊണ്ട് അടുത്ത കാര്യം ചെയ്യുന്നു. പക്ഷേ അവസാനത്തെ 10-20 ദിവസങ്ങളിൽ ഒന്നും നോക്കാതെ ഒരു 10-16 ലക്ഷം രൂപ ഒറ്റയടിക്ക് വേണ്ടി വന്നു. അത് പലയിടത്തുനിന്നായിട്ട് വാങ്ങി പരിപാടി തീർത്തു. ആഘോഷമായ വെഞ്ചരിപ്പ് കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷങ്ങൾ എല്ലാ ദിവസവും എന്നും തൂത്തും തുടച്ചും എന്നും പുല്ല് പറിച്ചും എന്നും വൃത്തിയാക്കിയും ഈരയിലെ ജനം മുഴുവനും അതുപോലെ കുഞ്ഞാടുകളെ പോലെ പള്ളിപ്പറമ്പിൽ മേഞ്ഞു നടന്നാണ് പള്ളി വൃത്തിയാക്കിയത്. പക്ഷേ ഒരിക്കൽ പള്ളി ആയിക്കഴിഞ്ഞപ്പോൾ, മനുഷ്യരല്ലേ, പള്ളി ആയിക്കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം എന്നും വന്ന് പുല്ലും പറിച്ച് എന്നും വന്ന് അഴുക്കും തേച്ച് മാറ്റി എന്നും ഇതായിരുന്നു ജോലി. മനുഷ്യർക്ക് ജീവിക്കണ്ടേ? പള്ളി പണി കഴിഞ്ഞപ്പോൾ അവർക്കൊരു സമാധാനമായി. ആ ദിവസങ്ങളിൽ അവർ വീടുകളിലേക്കൊന്ന് തിരിഞ്ഞു. ഞാൻ പള്ളിയിൽ ഒറ്റയ്ക്കായി. പെയിൻറ്റുകാരൻ വരുന്നു, അൾത്താര പടങ്ങൾ ഒരുക്കിയവൻ വരുന്നു, കൽക്കുരിശ് വെച്ചവൻ വരുന്നു, പണം ചോദിക്കുന്നു. എൻ്റെ തലയ്ക്കകത്തൊരു വല്ലാത്ത ടെൻഷൻ കയറി. കാരണം അതുവരെ കണ്ടതിനപ്പുറം ഇതിലെ മക്കളെല്ലാം നല്ലവരാണ്. പക്ഷേ എനിക്ക് ഒരല്പം പണം തിരിച്ചിപ്പോൾ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ കൂടെ, അതായത് 10-16 ലക്ഷം രൂപ കാര്യങ്ങളെടുത്ത് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇനി ഒരു 5-10 ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിലേ എല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുകയുള്ളൂ. ഒരു വല്ലാത്തൊരു വിഷാദം വന്നിട്ട് ഒരു ഇടിവെട്ടിയതുപോലെ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ചോദിക്കാൻ ഇനി ആരുമില്ല. 75 വീട്ടുകാരേ ഉള്ളൂ. മറ്റ് കിട്ടാവുന്ന എല്ലാവരിൽ നിന്നും ഈ പള്ളിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. ഒരു നിരാശ വന്നിട്ട് എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രജ്ഞ വിട്ടുപോകുന്നു. ഒരുതരം മനസ്സിൻ്റെ സമനില തെറ്റുന്നു. ഒരു വല്ലാത്ത ഭീതി. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ പിന്തള്ളപ്പെടുമോ എന്നൊരു ഭയം. പൗലോസ്ലീഹായെ പോലെ ഇതെല്ലാം ചെയ്തിട്ട് അടിച്ചു നുറുക്കപ്പെടുമോ? ഞാൻ പള്ളിയിലേക്ക് കയറി. പരിശുദ്ധ അമ്മയുടെ ഒപ്പം ഇരുന്ന് കരയാൻ തുടങ്ങി. പണ്ട് 2002 ഇരുന്ന് കരഞ്ഞതുപോലെ അമ്മേ അമ്മേ തായി എന്ന ഗാനം ദൈവം എനിക്ക് തന്ന സമയത്ത് ഞാൻ എന്തുമാത്രം പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് കരഞ്ഞു. അതേപോലെ കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് നിലനിൽക്കാൻ, എനിക്ക് മുന്നോട്ട് പോകാൻ ശക്തിയില്ലാതെ ഞാൻ വല്ലാതെ പരിഭ്രമിക്കുന്നു. ഒരുപക്ഷെ ഞാൻ തവിടുപൊടിയായി താഴെ വീണ് ചിതറിപ്പോയേക്കാം. അമ്മ എന്നെ ഒന്ന് സഹായിക്കില്ലേ? അമ്മ എൻ്റെ പെറ്റമ്മ ഉണ്ടായിരുന്ന സമയത്ത്, എൻ്റെ അമ്മ ഭൂമിയിലുണ്ടായിരുന്ന സമയത്ത്, അമ്മ ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ ഞങ്ങളെല്ലാം പള്ളിയിൽ നിന്ന് വന്ന് കിടന്നുറങ്ങുമ്പം അമ്മ ഉറങ്ങാതെ ഒരു 3-3:30 മണി വരെ അമ്മ ഇങ്ങനെ ഉറക്കം വിളിച്ചിരുന്നിട്ട് ഒരു 3:30-3:45 മണിക്കൊക്കെ അമ്മ അപ്പം ചൂടാൻ ആരംഭിക്കും. എന്നാൽ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് വന്ന്, ഈസ്റ്ററാണ്, കുർബാന കഴിഞ്ഞ് വന്ന് 1:45 വന്ന് ഇച്ചിരി ചായയൊക്കെ കുടിച്ച് 2-2:15 ഇച്ചിരി വർത്താനം പറഞ്ഞ് അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ. അങ്ങോട്ട് കിടന്ന് ഉറക്കം പിടിച്ചിട്ടില്ല.
പാമ്പാണെന്ന് ഓർത്താ ചാടി എഴുന്നേറ്റ് പാമ്പിനെയും പഴുതാരിയും ഒന്നും കാണാൻ നോക്കിയപ്പം നല്ല സുഗന്ധം കൂടി വരും, നല്ല മൊരിയുന്ന മണം. അപ്പോഴാണ് ബോധം വരുന്നത്, അമ്മച്ചി പാലപ്പം ചൂടുക, പിന്നെ കിടന്ന ഉറക്കം വരുമോ? ചാടി എഴുന്നേറ്റ് നമുക്ക് കോഴിയും വേണ്ട, ഇറച്ചിയും വേണ്ട, താറാവും വേണ്ട, ആ അറ്റം മുരിഞ്ഞ പാലപ്പം ഒന്ന് കഴിച്ചാൽ സ്വർഗം കിട്ടിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു കർത്താവ്, അമ്മേ, എൻ്റെ അമ്മ പണ്ട് അറ്റം മുരിഞ്ഞ പാലപ്പം ചുട്ടു തന്നതുപോലെ എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു ആശ്വാസം. കേട്ട വചനങ്ങൾ പോരാ, എനിക്ക് എൻ്റെ സമനില തെറ്റുന്നു. എപ്പോഴും കേട്ട ഒരു വചനത്തിലൂടെ ഒരു ആശ്വാസം എനിക്ക് കിട്ടില്ല, എനിക്കൊരു പുതുമ വേണം. അന്ന് ഏതാണ്ട് 9-10 വർഷങ്ങൾക്ക് മുമ്പ് ഈരയുടെ മണ്ണിലിരുന്ന് ഒരു പച്ച മനുഷ്യനെ പോലെ നെഞ്ചത്ത് കൈവച്ച് പടഞ്ഞപ്പോൾ എനിക്കൊരു വചനം കിട്ടി പ്രിയപ്പെട്ടവരെ. ആ വചനം ഇന്നും കേരളത്തിൻ്റെ ശുശ്രൂഷാ മേഖലയിൽ കത്തിപ്പടരുകയാണ്. കഴിഞ്ഞ 9 വർഷം ഈ വചനം കേൾക്കുന്ന മനുഷ്യരുടെ എണ്ണം ലക്ഷക്കണക്കിനായി പെരുകുകയാണ്. ഈരയുടെ മണ്ണിലിരുന്ന് കരഞ്ഞപ്പോൾ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ എൻ്റെ ദൈവം എനിക്ക് വ്യക്തിപരമായി തന്ന ഒരു ദൂതാണ് ഇന്ന് കേരള സഭയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വചനം. ബഹുമാനപ്പെട്ട മട്ടായിലച്ചനും മറ്റെല്ലാ ശുശ്രൂഷകരും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വ്യക്തിപരമായി ഞാൻ നൊന്തപ്പോൾ ദൈവം തന്നൊരു വചനമാണ്. ഒരു വചനത്തിൻ്റെ സമൃദ്ധിയെ ഹബക്കുക്ക് 1:5 പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. ഈ വചനം എപ്പോഴെങ്കിലും കേട്ടവരെന്ന് കരമുയർത്തിക്കേ, ഒന്ന് ഉയർത്തിപ്പിടിച്ച് എനിക്ക് നിങ്ങളുടെ എണ്ണം ഒന്ന് അറിയാൻ വേണ്ടി നോക്കിക്കേ. ഒരു 16-17 പേരോളം ഉണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ വചനം കേട്ടത് എനിക്ക് വ്യക്തിപരമായി കിട്ടിയ അനുഭവത്തിന് ശേഷമാണ്. ഈ പള്ളിയിൽ 16-17 പേരകത്ത് ഞാൻ കണ്ടെങ്കിൽ പള്ളിക്കകത്തും പുറത്തുമായി ഒരു 25 പേർന്ന് കണക്കൂട്ടിക്കൂ. ഗുണം കേരളത്തിലെ പള്ളികൾ വെച്ചേക്ക് നിങ്ങൾ എത്രയോ ആളുകൾ കേട്ടു. ദൈവത്തിൻ്റെ ഒരൊറ്റ വചനം അടിയനെ തൊട്ടപ്പം ഇന്നത്തെ കേരളത്തെ മുഴുവൻ ഇളക്കി മറിക്കുകയാണ്. ഏത് ധ്യാന കേന്ദ്രത്തിലാണ് ഈ വചനം പറയാത്തത്? ഞാൻ ഈ പാട്ട് പാടിയതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ വളമ്പലനച്ചൻ പാടിയത് കേട്ടിരിക്കുന്നു. കേരളത്തെ മുഴുവൻ ഇളക്കിയ ഈ വചനം ഒരൊറ്റ നിമിഷം ദൈവം തന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് നമ്മെ തൊടാൻ ഒരുപാട് സമയം വേണ്ട, ദൈവത്തിന് നമ്മെ സ്പർശിക്കാൻ ഒരുപാട് സമയം വേണ്ട.